ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വട്ടപ്പന്തലിന്റെ തേക്കിൻ തൂണുകൾ ഉയർന്നു. ഏപ്രിലിൽ നടക്കുന്ന ഉത്സവത്തിൽ ഏറ്റവും ആകർഷണമേറിയത് ഈ വട്ടപ്പന്തലാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് ഉത്സവത്തിൽ ഏറ്റവും പ്രത്യേകതയേറിയതാണ് ഇവിടുത്തെ വട്ടപ്പന്തൽ നിർമ്മാണം. വട്ടപ്പന്തലിനായുള്ള 101 തേക്കിൻകാലുകൾ ജനകീയ കൂട്ടായ്മയിൽ ഉയർന്നു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ഒരുങ്ങുന്നത്. പരമ്പരാഗത രീതിയിലാണ് വട്ടപ്പന്തലിന്റെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ ധനു 2-നാണ് വട്ടപ്പന്തലിനായുള്ള മുഹൂർത്ത തൂൺ സ്ഥാപിച്ചത്. ജനകീയ കൂട്ടായ്മയിലാണ് 101 തേക്കിൻ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. തേക്കിൻ തൂണുകളോടൊപ്പം 1600 മുളകളും 6000 മെടഞ്ഞ ഓലകളും കൊണ്ടാണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. ഫെബ്രുവരി പകുതിയോടെ മുളകളെത്തും. വിഷുവിളക്ക് ഉത്സവകാലത്താണ് വിദേശത്ത് ഉൾപ്പെടെയുള്ള ചെറുകുന്നുകാർ നാട്ടിലെത്തുക. വട്ടപ്പന്തലിൽ കാണാമെന്നത് പണ്ട് മുതൽക്കേ ചെറുകുന്നുകാർ പറയാറുള്ളതാണ്. വിഷുവിളക്കിനോടനുബന്ധിച്ചൊരുക്കുന്ന വലിയ അലങ്കാര പന്തലാണ് വട്ടപ്പന്തൽ. ഇനിയിപ്പം ഇതിടുന്ന് അങ്ങോട്ട് ഇത് ശ്രമദാനമായിട്ട് നടന്നതാണ് ഈ തൂണ് കുഴിച്ചിടല്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം കൂലിപ്പണിയാണ് കോണ്ടാക്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു മാർച്ചിന് മുമ്പേ ആ പണിയെല്ലാം കംപ്ലീറ്റ് കഴിയും. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പടങ്ങ് കയറ്റിയിട്ട് ബാക്കി പിന്നെ മൊളിയും ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവർ ജോലിക്കാർ ചെയ്യും. അതും വളരെ ഭംഗിയായിട്ട് തീരുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട അമ്മേൻ്റെ നടയല്ലേ. അത് വന്നാലും ഏപ്രിൽ എന്ന് വെച്ചാൽ 14-ാം തീയതി മുതൽ ഉത്സവം തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കായത്. ഇന്ന് നമ്മൾ തുടങ്ങിയത് 5:30 മണിക്കാണ്. 7:30 ആകുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഈ തൂണുകൾ തേച്ചും ഇവിടെ നാട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 111ഓളം തൂണുകൾ, അതിലിപ്പോൾ ഒരു 10 തൂണ് കുറവാണ് ഇവിടെ ഈ ബിൽഡിംഗ് വന്നതിന് ശേഷം. ഇപ്പോൾ 101 തൂണുകൾ, അത്ര തന്നെ പടങ്ങുകളും കയറ്റി ഏകദേശം 1600 പിന്നെ മുളകൾ, 6000 മടൽ ഓല എന്നിവ ഉപയോഗിച്ചും കൊണ്ടാണ് വട്ടപ്പന്തലിന്റെ പണി പൂർത്തീകരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ വലിയ ആകർഷണമാണ് ഈ വട്ടപ്പന്തൽ. മാർച്ച് അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകും. വിപുലമായ രീതിയിൽ ഉത്സവം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ഉള്ളത്. മാർച്ച് അവസാന വാരത്തോടെ വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തിയാവും. ഇനി വിഷുവിളക്ക് ഉത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.